സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമൂഹമാധ്യമങ്ങളിലെ ക്യാപ്സൂളുകൾ വിശപ്പ് തീർക്കില്ലെന്നും സതീശൻ. പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ പുലിക്കളി സംഘങ്ങൾ. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംയുക്ത സമിതി. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഷെരീഫാണ് മരിച്ചത്. തൃശൂരിലെ വ്യാപാരിയെ ഹോട്ടലിലെത്തിച്ച് സ്വർണം കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിൽ. മൂലമറ്റം സ്വദേശികളായ നന്ദു ദീപം, സാംസൺ പീറ്റർ എന്നിവരാണ് പിടിയിലായത്. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം മോഷണം പോയി. തൃശൂരിൽ ഫുട്ബോൾ കളിക്കിടെ ബോൾ അടിച്ചു വീണ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥി മാധവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഇലക്ട്രിക് കടയിൽ തീപിടുത്തം. കേരള ഭവൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് ഫാക്ടറി എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയടച്ചു. കൂർക്കഞ്ചേരി സ്വദേശി അനീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇനി നികുതി വർദ്ധിപ്പിച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ധനകാര്യ വകുപ്പ് എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ്. പദ്ധതി വിഹിതങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മാവേലി സ്റ്റോറുകളിൽ ഇപ്പോഴും സാധനങ്ങളില്ല. ഇതിനെതിരെ നടപടിയൊന്നുമില്ല. ഓണക്കാലത്താണ് സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത്. സമൂഹമാധ്യമങ്ങളിലെ ക്യാപ്സ്യൂളുകൾ വിശപ്പ് തീർക്കില്ലെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തെ പദ്ധതി ചെലവുകൾ തന്നെ നിയന്ത്രിക്കുകയാണ്. ബജറ്റിൽ അനുവദിച്ച വർക്കുകൾ പോലും അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കേണ്ട ഘട്ടത്തിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക ഉത്തരവിറക്കി ഇതിനൊന്നും ഇപ്പോൾ ഭരണാനുമതി കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടാവുന്നു. ഇനിയും വീണ്ടും ചാർജുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ അതിനെ ശക്തിയായി എതിർക്കും. പരമാവധി ചാർജുകളും നികുതിയും ഒക്കെ വർദ്ധിപ്പിച്ചാണ് ഇരിക്കുന്നത്. ധനകാര്യ വകുപ്പിൻ്റെ ഏക പരിപാടി ഇപ്പോൾ വെട്ടിക്കുറയ്ക്കൽ മാത്രമാണ്. പദ്ധതി തുക വെട്ടിക്കുറയ്ക്കുക, ബജറ്റിൽ അനുമതി കിട്ടിയ പദ്ധതികൾ ഇല്ലാതാക്കുക. ഇതൊരു ശരിയായ നടപടിയല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കഴിഞ്ഞ പ്രാവശ്യം 1 ഗഡു മാത്രമാണ് കൊടുത്തത്. 2ാം ഗഡുവും 3ാം ഗഡുവും കൊടുത്തിട്ട് ട്രഷറി പൂട്ടുകയും ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്യും. മാവേലി സ്റ്റോറിൽ ഇപ്പോഴും സാധനമില്ല. മരുന്നുകൾ ആവശ്യത്തിനുള്ള മരുന്നില്ല. ഇതെല്ലാം സർക്കാർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നടപടി ഇത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. മാർക്കറ്റിലെ വില കുറയ്ക്കാൻ, കൃത്രിമ വിലക്കയറ്റം ഇല്ലാതാക്കാൻ ഒക്കെ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് 5 നയാ പൈസ കയ്യിലില്ല. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും തയ്യാറാവുന്നില്ല. രൂക്ഷമാണ് പ്രശ്നം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏകദിന ക്യാമ്പ് പുത്തൂരിൽ നടന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. DCC പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷത വഹിച്ചു. ചേലക്കര നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ നേതാക്കന്മാരും പ്രവർത്തകരും തയ്യാറാകണമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നഷ്ടപ്പെട്ട ഐക്യം വീണ്ടെടുക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ച KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ പറഞ്ഞു. വൈരാഗ്യബുദ്ധിയോടെയുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും TU രാധാകൃഷ്ണൻ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി വിശ്വനാഥ് പെരുമാൾ, ബെന്നി ബെഹനാൻ MP, മുൻ MP TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA-മാരായ MP വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിൽ വ്യക്തത വേണമെന്ന് പുലിക്കളി സംഘങ്ങൾ. ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ഉത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ പകുതി പിന്നിട്ട വേളയിലാണ് പുലിക്കളി അടക്കമുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കോർപ്പറേഷന്റെ തീരുമാനം വന്നത്. എന്നാൽ സംഘാടക സമിതി രൂപീകരിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പല സമിതികളും ഫ്ലക്സുകളും നോട്ടീസും വരെ ഇറക്കി. ഇതുമൂലം ഓരോ സംഘങ്ങൾക്കും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയാണുള്ളത്.
പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്യാതെയാണ് സർക്കാർ ഉത്തരവിന്റെ പേരിൽ പുലിക്കളി കോർപ്പറേഷൻ ഉപേക്ഷിച്ചത്. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സംഘങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് യോഗം വിളിക്കണമെന്നുമാണ് തൃശൂരിൽ ചേർന്ന പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടത്. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. കാർ യാത്രികൻ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി 60 വയസ്സുള്ള ഷെരീഫാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷെരീഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകും വഴി റാന്നിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ഇന്നലെ പുലർച്ചെ തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഷെരീഫിന്റെ ഭാര്യ 53 വയസ്സുള്ള ഷെരീഫ ഇന്നലെ മരിച്ചിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഫൈസലിന് പരിക്കേറ്റിരുന്നു. തലക്കോട്ടുകര അമ്പലത്തിന് സമീപം സ്കൂട്ടർ ഇടിച്ച് വഴിയാത്രക്കാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. തലക്കോട്ടുകര സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ ഗംഗാധരന്റെ ഭാര്യ യശോദ, സ്കൂട്ടർ യാത്രികൻ തയ്യൂർ സ്വദേശി കൊട്ടാപ്പുറത്ത് വീട്ടിൽ ശിവന്റെ മകൻ ശ്രീജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ സ്വർണം വാങ്ങാനെന്ന പേരിൽ ഹോട്ടലിലെത്തിച്ച് ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിലായി. മൂലമറ്റം സ്വദേശികളായ നന്ദുദീപം, സാംസൺ പീറ്റർ എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതിയടക്കം 3 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. തൃശൂർ KSRTC സ്റ്റാൻഡ് സമീപത്തെ ലോഡ്ജിൽ വെച്ച് ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് 40 ലക്ഷം രൂപയുടെ 632 ഗ്രാം സ്വർണമാണ് പ്രതികൾ കവർന്നത്. കഴിഞ്ഞ മാസം 23-ന് രാത്രിയിലായിരുന്നു സംഭവം. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം നഷ്ടപ്പെട്ടു. ജോലിക്കാരൻ ഓഫീസ് തുറക്കുവാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഓഫീസിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാര തകർത്തതിനു ശേഷം ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളമാണ് കവർന്നിട്ടുള്ളത്. ഓഫീസിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ പാത്രങ്ങളും പൂജാ സാമഗ്രികളും സൂക്ഷിച്ചിരുന്ന മുറിയുടെ വാതിൽ പൊളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഓട് പൊളിച്ച് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഭണ്ഡാരങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ക്ഷേത്രം ട്രഷറർ ശിവപ്രസാദ് പറഞ്ഞു. കൗണ്ടറിലിരിക്കുന്ന ആള് ഒരു 7 മണിയോട് കൂടി വന്നപ്പോഴാണ് നമ്മൾ മോഷണം നടന്ന കാര്യം അറിയണത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കൗണ്ടറിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വെച്ച 7000 രൂപയോളം മോഷണം പോയതും പിന്നെ നമ്മുടെ ഊട്ടുപാത്രങ്ങളും കാര്യങ്ങളും വിളക്ക്, നിലവിളക്ക് എന്നിവ വെച്ച റൂം കുത്തി തുറന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയതായിട്ട് കണ്ടിട്ടില്ല. ഈ ക്യാഷ് മാത്രമാണ് ഇപ്പോൾ നമ്മളതിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത്. തൃശൂരിൽ ഫുട്ബോൾ കളിക്കിടെ ബോൾ അടിച്ചു വീണ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥി 18 വയസ്സുള്ള മാധവാണ് മരിച്ചത്. ടർഫിൽ കളിച്ചുകൊണ്ടിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പന്തുകൊണ്ട് അസ്വസ്ഥത അനുഭവപ്പെട്ട മാധവനെ സഹകളിക്കാർ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്തരപ്പിള്ളയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. വേലുപ്പാടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ ക്രിസ്റ്റി, വരന്തരപ്പിള്ളി പൌണ്ട് സ്വദേശി കടുകപ്പറമ്പിൽ മനോജ് എന്നിവരെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെയാണ് ക്രിസ്റ്റി പിടിയിലായത്. ഇയാളിൽ 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. മദ്യവിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. വരന്തരപ്പിള്ളി കുട്ടോലിപ്പാടത്തു നിന്നാണ് 7 ലിറ്റർ മദ്യവുമായി മനോജിനെ എക്സൈസ് പിടികൂടിയത്. അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇരുവരെയും ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. മുൻപ് പലതവണ മദ്യവിൽപ്പന നടത്തിയതിന് ക്രിസ്റ്റി പിടിയിലായിട്ടുണ്ട്. വരന്തരപ്പള്ളി മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വത്സൻ, ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂരിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ മയക്കുമരുന്ന് കേസിലെ പ്രതിയായ ശ്രീലങ്കൻ സ്വദേശി നേവിയുടെ പിടിയിൽ. ബോട്ടിൽ ശ്രീലങ്കയിലേക്ക് കടക്കുന്നതിനിടെയാണ് അജിത് കിഷൻ പെരേരയെ അതിർത്തിയിൽ ശ്രീലങ്കൻ നേവി പിടികൂടിയത്. കന്യാകുമാരിയിൽ നിന്ന് മോഷ്ടിച്ച ബോട്ടിലാണ് ഇയാൾ കടക്കാൻ ശ്രമിച്ചത്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ജൂലൈ 24-ന് വിയൂർ ജയിലിൽ നിന്ന് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടത്. മുൻ കേന്ദ്രമന്ത്രി കെ നട്വർ സിംഗ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2 ആഴ്ചയോളമായി ഹരിയാന ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ സഹമന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിരുന്നു.
മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. താനൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു. താനൂർ, തിരൂരങ്ങാടി മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 3 തവണ MLA ആയിരുന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സഞ്ചാരി യാത്രകളും മാറുന്ന യാത്രാ സാഹിത്യവും എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന സംവാദം സഞ്ചാര സാഹിത്യകാരൻ MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ കണ്ണു തുറന്നു കാണുകയും അവിടുത്തെ ജീവിതത്തെ കറയില്ലാതെ വിവരിക്കുകയും ചെയ്യുക എന്ന പ്രാഥമിക കർമ്മത്തിൽ നിന്നും സഞ്ചാര സാഹിത്യം മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പോഴത്തെ സഞ്ചാര സാഹിത്യം കാഴ്ചപ്പാടുകളുടെയും പഠനങ്ങളുടെയും വിളനിലമാണെന്നും എന്നാൽ സഞ്ചാര സാഹിത്യകൃതികൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലിറ്റററി ഫോറം സെക്രട്ടറി PRK ചേനം അധ്യക്ഷത വഹിച്ചു. സഞ്ചാര സാഹിത്യകാരന്മാരായ CR ദാസ്, ഡോക്ടർ ഹരികൃഷ്ണൻ, രാജു റാഫേൽ, CP ശ്രീരേഖ എന്നിവർ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, രാജലക്ഷ്മി മാനഴി എന്നിവർ സംസാരിച്ചു. ബ്രിട്ടൻ, ഫിൻലാൻഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ കയ്പമംഗലം 3 പീടികയിൽ നടക്കുന്ന 31ാമത് ജില്ലാ സാഹിത്യോത്സവ് കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ ഫിനാൻസ് സെക്രട്ടറി മുനീർ ഖാദിരി അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സഖാഫി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഇറിയാട്, സ്വാഗത സംഘം ചെയർമാൻ PK ബാവ ദാരിമി, PA മുഹമ്മദ് ഹാജി, EK മുസ്തഫ, കയ്പമംഗലം വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ജില്ലാ സെക്രട്ടറി അനസ് ചൊക്കന തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. മഹാഗണപതി ഹോമം, ഭഗവതി സേവ, വിശേഷാൽ പൂജകളും നടന്നു. തന്ത്രി രാജീവ് പഴവൂർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ് കുട്ടഞ്ചേരി, KC ബാലൻ, അശോകൻ, അജേഷ് എന്നിവർ നേതൃത്വം നൽകി. 1971 ഗർഭചിത്ര നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരിമ്പൂർ വെളുത്തൂർ സെന്റ് ജോർജ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ മൂല്യത്തിനായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജസ്റ്റിൻ കൈതാരത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കൈക്കാരന്മാരായ വർഗീസ് കുരുതുകുളങ്ങര, ലാസർ പുത്തൂർ, വർഗീസ് ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരണീയം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, പ്രൊഫസർ TB വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ സാധാരണക്കാരായ മനുഷ്യരുടെയും ദീപ്തവും ഊഷ്മളവുമായിട്ടുള്ള സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. ചുഴൽമര ദുരന്തം ഇന്ന് മലയാളികളുടെ മനസ്സിൽ വേദനയുടെ ചാലി കീറിയിട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. മറക്കാനാകാത്ത വിധം കണ്ണേ മടങ്ങുക എന്ന കാഴ്ചകൾ എല്ലാ മണിക്കൂറിലും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഇത്ര ഭീകരമായിട്ടുള്ളൊരു ദുരന്തം സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയപ്പെട്ട AP ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാവരും എത്തിച്ചേരുകയും തുടർച്ചയായി അവർക്ക് ചെയ്യാൻ. പൂവത്തൂരിൽ നിന്നും തിരുനെല്ലൂരിലേക്കുള്ള റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. പൂവത്തൂർ മുതൽ കോഴിത്തോട് വരെ എളവള്ളി പഞ്ചായത്തിന്റെയും കോഴിത്തോട് മുതൽ തിരുനെല്ലൂർ വരെ മുല്ലശ്ശേരി പഞ്ചായത്തിന്റെയും അധീനതയിലാണ് റോഡ്. ഇതിൽ മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ കീഴിലുള്ള ഭാഗമാണ് തകർന്നിട്ടുള്ളത്. വെള്ളം നിറഞ്ഞ റോഡിലെ കുഴികളിൽ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നത് ഇവിടെ പതിവാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. വല്ലച്ചിറ പഞ്ചായത്തിലെ ഇളം കുന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നിന്റെ മുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ സെബി പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. കുന്നിൽ നിന്നുമുള്ള മണ്ണ് ഖനനം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതരോടും സർക്കാരിനോടും സമരസമിതി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, മുൻ പ്രസിഡന്റുമാരായ P ചന്ദ്രൻ, K രവീന്ദ്രനാഥ്, KS തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. അടാട്ട ഗ്രാമീണ വായനശാല യുവജന വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ SSLC+2
വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇന്ദിര യൂണിവേഴ്സിറ്റി ഓഫ് വിഷ്വൽ ആർട്സ് ചണ്ഡീഗഡ് വൈസ് ചാൻസലർ ടി ഉണ്ണികൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. വായനശാല രക്ഷാധികാരികളായ ജോസ് വായനശാല വൈസ് പ്രസിഡന്റ് ആനന്ദൻ അടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും നിറപ്പുത്തിരിയും നടന്നു. വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി കതിർക്കറ്റുകൾ ക്ഷേത്രത്തിലേക്ക് ഏറ്റുവാങ്ങി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി.ടി. സുരേന്ദ്രൻ കതിർക്കറ്റുകൾ വിതരണം ചെയ്തു. ഭാരവാഹികളായ വി. ഭാസ്കരൻ, കെ.എസ്. ധനഞ്ജയൻ, പി.ബി. പ്രസാദ്, കെ.എസ്. ഗോപി, ഉമേഷ് കൊടമന തുടങ്ങിയവർ നേതൃത്വം നൽകി. BMS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ റേഞ്ച് ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘം കുടുംബസംഗമം സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് A.C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് A.S. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മാതൃസമിതി ജില്ലാ അധ്യക്ഷ ഡോക്ടർ ആശാലത, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് K.B. ജയശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഹരീഷ്, യൂണിയൻ ജനറൽ സെക്രട്ടറി M.B. സുധീഷ്, P.N. ഗോപിദാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. ഇന്ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിലുള്ളവരും മലയോര പ്രദേശത്തുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇല്ലം നിറ നടന്നു. ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്ന കതിർക്കറ്റകൾ ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് പൂജിച്ച ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകി. മേൽശാന്തി ഗിരിധരൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം മാനേജർ K.C. മനോജ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാമചന്ദ്രൻ വിളക്കത്തല, സെക്രട്ടറി സുശീൽ കാഞ്ഞിരപ്പറമ്പിൽ, ട്രഷറർ ഉദയകുമാർ ചെറുപറമ്പത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ 6 പതിറ്റാണ്ടിലേറെ ശാന്തിയായി സേവനമനുഷ്ഠിച്ച വാസുദേവനെ അനുസ്മരിച്ചു. സ്വാമി അമേയാനന്ദയുടെ നേതൃത്വത്തിൽ സ്മൃതി കുടീരത്തിൽ സമൂഹ പ്രാർത്ഥന നടത്തി. ശാന്തിമാരായ വേലായുധൻ, കാവാലം അനന്തൂരാജ്, കാവാലം അഖിൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പാർട്ടി ഓഫീസായ ഇന്ദിരാഭവന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമാകുന്നു. കുന്നംകുളം ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം KPCC അംഗം ജോസഫ് ചാലിശ്ശേരി നിർവഹിച്ചു. കെട്ടിട നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള സന്തോഷിൽ നിന്ന് ആദ്യ ഗഡു ബെൻസൺ വിൻസെന്റ് ഏറ്റുവാങ്ങി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P.I. തോമസ് അധ്യക്ഷത വഹിച്ചു. ഗ്രേസി, മുൻകാല കോൺഗ്രസ് നേതാവ് ബേബി എന്നിവർക്ക് ആദരവ് നൽകി. DCC സെക്രട്ടറിമാരായ K.C. ബാബു, C.I. ഇട്ടിമാത്തു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C.B. രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ എന്നിവർ പങ്കെടുത്തു. അടക്കമുള്ള വേദിയിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവകയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സമർപ്പിതരുടെ സംഗമം ഭക്തിസാന്ദ്രമായി. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ദിവ്യബലി നടന്നു. ഇടവകയുടെ പ്രഥമ സമർപ്പിതൻ ഫാദർ ജോർജ് എടക്കളത്തൂർ, ഫാദർ നോബി അമ്പൂക്കൻ, ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഫാദർ സാജൻ വടക്കൻ തുടങ്ങിയവർ സഹകാർമ്മികരായി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനാക്കൽ, സിസ്റ്റർ ലീന പോൾ, ട്രസ്റ്റിമാരായ വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ലിൻഡോ വടക്കൻ, ഡെനീഷ് ഡേവിസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തിമാരായ കുറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. കുത്തുവിളക്കിന്റെയും മണിനാദത്തിന്റെയും ശംഖനാദത്തിന്റെയും ഭക്തരുടെയും അകമ്പടിയോടെ മേൽശാന്തിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി ക്ഷേത്ര മതിൽക്കകത്ത് പ്രദക്ഷിണം വച്ച് ചുറ്റമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിച്ചു. പിന്നീട് നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിച്ചു. ക്ഷേത്ര പത്തായപുരയിലും നെല്ലറയിലും മറ്റും സമർപ്പിച്ചതിനു ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി.
തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തന്ത്രി പ്രതിനിധി ജയൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദീപ് നമ്പൂതിരി, കൃഷ്ണപ്രസാദ് നമ്പൂതിരി, മേൽശാന്തി രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് എം സുബ്രഹ്മണ്യൻ മൂസത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത ക്ഷേത്രത്തിൽ നടന്ന മഹാഗണപതി ഹോമവും ആനയൂട്ടും ഇല്ലനിറയും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, പുന്നപ്പിള്ളിമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, രവി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സി വി സോജൻ, സെക്രട്ടറി കെ എം രാമകൃഷ്ണൻ, രാജൻ പൊലിയേടത്ത് എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടകര പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് തുക കൈമാറി. വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് മെമ്പർ എം എ ഗോപാലൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പും ഔഷധ വിതരണവും സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ, കോയെ പൊറിഞ്ചു, വി ബി ശോഭനകുമാരി, ടി എ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി ശങ്കരനാരായണൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് മനോജ് കുറ്റിപ്പറമ്പിൽ, സെക്രട്ടറി ഗോകുൽ കരിപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. പടിയം ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി രാമചന്ദ്രൻ എമ്പ്രാന്തിരി പാതൂർമഠം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം നിറപ്പുത്തിരി, തുടർന്ന് ഔഷധസേവ എന്നിവ ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് നാരായണൻ കൊലയാമ്പറമ്പത്ത്, സെക്രട്ടറി രാജീവ് സുകുമാരൻ, ട്രഷറർ ഗിരീഷ് കുമാർ കൊലയാമ്പറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. തലമുറകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ പഴയകാല ഓർമ്മകളുമായി അവർ വീണ്ടും ഒത്തുചേർന്നു. വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഒത്തുചേർന്നത്. 94 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിലെ അധ്യാപികയുമായിരുന്ന EV മാർഗരറ്റ് സംഗമം ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോഷി കൊമ്പൻ, പ്രധാനാധ്യാപകൻ CF ഷാജു, ഡോക്ടർ സെയ്ദു മുഹമ്മദ്, CF രാജൻ, ബിജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പിറന്നാൾ ആഘോഷത്തിന് സമ്പാദിച്ച പണം വയനാടിന് നൽകി റെയ്ഗൺ റെജി. മണലൂർ സ്വദേശി വടക്കൻ റെജി റിനി ദമ്പതികളുടെ മകനായ റെയ്ഗൺ ആണ് തന്റെ സമ്പാദ്യമായ 2500 രൂപ നൽകിയത്. സുഹൃത്തുക്കൾക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിലിന് തുക കൈമാറി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്തിന്റെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 30ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി, അനൂപ് തോമസ്, INTUC മണ്ഡലം പ്രസിഡന്റ് വിനീഷ് കരുമത്ര, സെബിൻ കരുമത്ര, അഖിൽ മാത്യു എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി അരണാട്ടുകര സ്വദേശി രാജൻ. തന്റെ തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനമാണ് രാജൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറിയത്. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. FSTO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് ധർണ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ടെന്നീസ് ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി CS രഘുനന്ദൻ, NGO യൂണിയൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PG കൃഷ്ണകുമാർ, NGO ഏരിയ പ്രസിഡന്റ് KM വിനീത് തുടങ്ങിയവർ സംസാരിച്ചു.
വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മറ്റത്തൂർ പഞ്ചായത്തിലെ 7ാം വാർഡിലെ കുട്ടികൾ ചേർന്ന് സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ടി കൃഷ്ണ, ടി നിധിൻ കൃഷ്ണ, വി അഭിനവ്, അഞ്ജിത, അഭിനന്ദ് കൃഷ്ണ എന്നിവർ ചേർന്ന് സമാഹരിച്ച തുകയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിലിനെ ഏൽപ്പിച്ചത്. ചടങ്ങിൽ സജീവ് കുമാർ പൈങ്കയിൽ, ജോസഫ് കുപ്പാപ്പിള്ളി എന്നിവർ സന്നിഹിതരായി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാനായി 20 സെന്റ് ഭൂമി നൽകാൻ തയ്യാറായ കാട്ടകമ്പൽ പെരുന്തിരുത്തി സ്വദേശിയായ KM റസാഖിനെ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളിലെ അർഹരായ 4 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാമെന്നാണ് റസാഖ് അറിയിച്ചത്. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ആദരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KC ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, കോൺഗ്രസ് കാട്ടകമ്പൽ മണ്ഡലം പ്രസിഡന്റ് MM അലി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയിലാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. മാള ചാലക്കുടി റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയൻ വാർഷിക പൊതുയോഗവും KP പ്രഭാകരൻ അനുസ്മരണവും VP അറുമുഖൻ സ്മാരക വായനശാലയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഇടതുപക്ഷം വോട്ട് നിലയിൽ ചെറുതാണെങ്കിലും ആശയത്തിൽ വലുതാണ്. കള്ളുചെത്ത് അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാണ്. ഇനി എത്രനാൾ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പുതിയ തലമുറ പരമ്പരാഗത വ്യവസായങ്ങളിലേക്ക് കടന്നുവരുന്നില്ലെന്നും അത്തരം തൊഴിൽ ചെയ്യുന്നവരെ അപരിഷ്കൃത തൊഴിലാളികളായി ചിത്രീകരിക്കുന്നുവെന്നും വത്സരാജ് പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി AV ഉണ്ണികൃഷ്ണൻ, KV സുജിത് ലാൽ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എന്നിവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം ശാന്തിമാരായ മണികണ്ഠൻ, നിത്യാനന്ദൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഭാരവാഹികളായ ശ്രീധരൻ കളരിക്കൽ, KM സുനിൽകുമാർ, ബിനീഷ് കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറയും നിറപ്പുത്തരിയും ആഘോഷിച്ചു. ഹരി നമ്പൂതിരി, ഹരി കേശവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പൂജിച്ച കതിരുകൾ ശ്രീകോവിലിലും മുഖമണ്ഡപത്തിലും സ്ഥാപിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. എളവള്ളി ശ്രീനാരായണ ഗുരുമന്ദിരം വടക്കും ഭാഗം പൂരാഘോഷ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം നൽകി. സെക്രട്ടറി TV ഹരിദാസിൽ നിന്നും മുരളി പെരുന്നെല്ലി MLA തുക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് രാംദാസ് ആലിക്കൽ, മോഹനൻ, ബാജി കുറുമ്പൂർ, PV പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6430, പവന് 51440. വെള്ളി ഗ്രാമിന് 88, പ്ലാറ്റിനം ഗ്രാമിന് 3130 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമൂഹ മാധ്യമങ്ങളിലെ ക്യാപ്സ്യൂളുകൾ വിശപ്പ് തീർക്കില്ലെന്നും സതീശൻ. പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ പുലിക്കളി സംഘങ്ങൾ. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംയുക്ത സമിതി. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഷെരീഫാണ് മരിച്ചത്. തൃശൂരിലെ വ്യാപാരിയെ ഹോട്ടലിൽ എത്തിച്ച് സ്വർണം കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിൽ. മൂലമറ്റം സ്വദേശികളായ നന്ദുദീപം, സാംസൺ പീറ്റർ എന്നിവരാണ് പിടിയിലായത്. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം മോഷണം പോയി. തൃശൂരിൽ ഫുട്ബോൾ കളിക്കിടെ ബോൾ അടിച്ചു വീണ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥി മാധവാണ് മരിച്ചത്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.